ഹായ് കൂട്ടുകാരെ, ഞാൻ വീണ്ടും വന്നു കേട്ടോ. ഇന്ന് നമുക്ക് ചെറിയൊരു ഇത് നോക്കിയാലോ. കറിയൊന്നും അല്ല കേട്ടോ വെക്കുന്നത്. ഇന്ന് വെക്കുന്നത് നമ്മുടെ എല്ലാവർക്കും മുടി പൊഴിച്ചല്, താരൻ, ചൊറിച്ചിൽ അങ്ങനെയൊക്കെയല്ലേ തലയിൽ. അന്നേരം അതിന് വേണ്ടിയുള്ളൊരു ചെറിയൊരു ടിപ്പ്. കറ്റാർ വാഴ ഇങ്ങനെ അരിഞ്ഞെടുക്കണം. കറ്റാർ വാഴ അരിഞ്ഞെടുത്തിട്ട് പിന്നെ അരി, നമ്മൾ ചോറ് വെക്കുന്ന അരി എടുക്കണം. അത് കഴിഞ്ഞ് ഉലുവ വേണം. പിന്നെ ഷാമ്പു, പിന്നെ വെള്ളം. ഇനി നമുക്കിതെല്ലാം കൂടെ വെച്ചിട്ട് നോക്കാം എങ്ങനെയാണ്. അങ്ങനെ നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറ്റാർവാഴ, ഉലുവ, അരി ഇതെല്ലാം ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് നമുക്കെടുക്കാം. 2 ഗ്ലാസ് വെള്ളം ആട്ടോ വെക്കേണ്ടത്. 2 ഗ്ലാസ് വെള്ളം വെച്ചാൽ അതിൽ 1 ഗ്ലാസ് വെള്ളം ആവണം. അത് നന്നായിട്ട് വെട്ടി തിളച്ച് അതെല്ലാം നന്നായിട്ട് അതിൻ്റെ സത്തുകളെല്ലാം ഇറങ്ങിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഓഫാക്കാൻ. അങ്ങനെ നന്നായിട്ട് തിളച്ച് കേട്ടോ, നന്നായിട്ട് തിളച്ച് എല്ലാം സെറ്റായി. ഇനി നമുക്ക് തീ കുറച്ചിട്ട് ഇത് അരിച്ചെടുക്കാം. അപ്പോൾ പാത്രം വെച്ച് അരിച്ചെടുക്കാം കേട്ടോ. ഷാമ്പു എടുക്കുക. ഇഷ്ടമുള്ള ഏത് ഷാമ്പു വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പിന്നത് വേണമെന്നൊന്നുമില്ല. ഇഷ്ടമുള്ളത് ഏത് ഷാമ്പു ആയാലും ഇത് എടുത്താൽ മതി. ഒരു ചെറിയ 2 രൂപേൻ്റെ പാക്കറ്റ് ഉണ്ടല്ലോ, അതൊരു പാക്കറ്റ് മതി. അപ്പോൾ അത് ഇത്രയേ ഉണ്ടാവുള്ളൂ. നമുക്ക് ശരിക്കും ഇട്ടിട്ട് നന്നായിട്ട് ജോയിൻ്റ് ആക്കാം. നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ശരിക്കും ചൂടാറി കഴിയുമ്പോൾ ഇത് നമുക്ക് പരത്തേണ്ട ഒരു ബോട്ടിലാക്കുക. ആ ബോട്ടിൽ സ്പ്രേ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഇവിടുന്ന് എടുത്ത് മുടിയെടുത്ത് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കുളിക്കുന്നതിന് കുറച്ച് മുമ്പ് നന്നായിട്ട് തേച്ച് തലയോട്ടിയിൽ പിടിപ്പിക്കാം. നമുക്ക് ആഴ്ചയിൽ 4 ദിവസം കേട്ടോ, പ്രത്യേകം നമ്മൾ ആഴ്ചയിൽ 4 ദിവസം പരട്ടിയാൽ മതി. പരട്ടി കഴിഞ്ഞിട്ട് കുളിക്കുന്നതിന് കുറച്ച് മുമ്പ് നന്നായിട്ട് പരട്ടി പിടിപ്പിച്ച് തേച്ച് സാധാരണ മുടി കഴുകുന്ന പോലെ കഴുകിയാൽ മതി കേട്ടോ. ഷാമ്പു ഉള്ളതല്ലേ. അപ്പം നന്നായിട്ട് മുടി കഴുകിയെടുക്കാം. നല്ല മുടിക്ക് നല്ല ബലമൊക്കെ ഉണ്ടാവും. താരനൊക്കെ പൊക്കോളൂ കേട്ടോ. ഇനി ആരും താരനുണ്ടെന്ന് ഓർത്ത് വിഷമിക്കുന്ന മുടി വളർച്ചലിനും പൊഴിച്ചലിനും എല്ലാം ഇത് നല്ലൊരു ഉത്തമമായ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. എന്നിട്ട് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഇടണം കേട്ടോ. താങ്ക് യു.